ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ നിർണായകമായ നിലപാടുമായി ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുകയാണ്. ഒരു നിർണായക ഘടകമായി ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള മാറുന്നത് വളരെ പെട്ടെന്നാണ്. ഒറ്റയടിക്ക് 18 മിസൈലുകൾ തുരുതുര തൊടുത്തുവിട്ട് ഇസ്രായേലിന്റെ ഒരു സൈനിക പോസ്റ്റ് അപ്പാടെ പരിപൂർണമായി തകർത്തു തരിപ്പണമാക്കിയെന്നാണ് ഹിസ്ബുള്ള ഏറ്റവും ഒടുവിൽ അവകാശപ്പെടുന്നത്. ഇന്നലെ IDF തലവന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് 6 മണിക്കൂറിൽ 8 വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു. അതുപോലെ സ്ഥിരീകരിച്ചില്ലെങ്കിലും ഇത്രയൊക്കെ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈനിക മേധാവി പിന്നീട് മാധ്യമങ്ങളോട് പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതായത് സാധാരണക്കാരെ അങ്ങോട്ട് കയറി അടിച്ചു കൊന്ന് വ്യോമാക്രമണം നടത്തി തീർത്ത് 21,000 പാവങ്ങളെ കുരുതി കൊടുത്തിട്ട് വലിയ സംഭവമാണെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതല്ല യഥാർത്ഥ സംഭവം. ഞങ്ങൾ ഈ കാണിക്കുന്ന സംഭവമാണ് യഥാർത്ഥ സംഭവം. അതായത് നേർക്കുനേർ ഫൈറ്റ്, ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചടിക്കട എന്ന മട്ടിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് സ്വൈര്യം കൊടുക്കാതെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ലെബനനിലേക്ക് ഒരു സൈനിക നീക്കം ഇപ്പോൾ സാധ്യമല്ല. കാരണം അമേരിക്ക അത് നേരത്തെ വിലക്കിയിട്ടുണ്ട്. 40 മിനിറ്റോളം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച് ഒരു കാരണവശാലും ഈ യുദ്ധം ഇനി വ്യാപിപ്പിക്കരുത്, ലെബനനെ തിരിച്ചടിക്കരുത്, പ്രശ്നമാകും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് മുമ്പ് പല മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും ലെബനനെതിരെ ആക്രമണം കടുപ്പിക്കാത്തത്. പക്ഷേ ലെബനനിൽ നിന്ന് മിസൈലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് അതേ പൊസിഷനിലേക്ക്, അതേ ഡയറക്ഷനിലേക്ക് തിരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഹിസ്ബുള്ളയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. തുടർച്ചയായ മിസൈൽ ആക്രമണം. ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിലാണ് ലെബനൻ ഉള്ളത്, അതിർത്തികൾ. അപ്പോൾ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിലേക്കാണ് തുടർച്ചയായി വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് വലിയ ഇവാക്വേഷൻ, അതായത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 80 ദിവസത്തോളമായി ഇസ്രായേൽ. ഇതുവരെ ആ ജനങ്ങളെ തിരിച്ച് അവിടേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഹിസ്ബുള്ള കൊടുത്തിട്ടില്ല. അതുപോലെയുള്ള അറ്റാക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാന്റെ സുരക്ഷാ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടുമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. അപ്പൊ ലോകം കരുതിയത് ഇറാൻ നേരിട്ട് കളത്തിൽ ഇറങ്ങുമെന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്, ഇറാൻ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും അതുപോലെ ഹൂത്തികൾക്കും കൂടുതൽ ആയുധങ്ങളും ധൈര്യവും പണവും വേണമെങ്കിൽ അതും ഒക്കെ കൊടുത്തിട്ട്, എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ട് നിങ്ങൾ കയറി അടിച്ചോളൂ എന്ന് പറയുകയാണ് എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ മുതൽ ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നു, ഇന്നലെ അല്ലെങ്കിൽ 48 മണിക്കൂറായി ആക്രമണങ്ങളുടെ തോത്, ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ വൈവിധ്യം ഇതൊക്കെ വർദ്ധിച്ചിരിക്കുകയാണ്. ആക്രമണം കനത്തിരിക്കുന്നു, ഇസ്രായേലിനുണ്ടാകുന്ന നാശനഷ്ടങ്ങളും വലുതായിരിക്കുന്നു. അപ്പോൾ 18 മിസൈലുകൾ തുടർച്ചയായി നോർത്തേൺ ഇസ്രായേലിലെ നോർത്ത് മോസ്റ്റ് പോസ്റ്റിലേക്ക് തുടർച്ചയായി വരികയും ആ സൈനിക പോസ്റ്റ് പൂർണ്ണമായും തകരുകയും ചെയ്തു. ഏതാണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ വേണം ആ പോസ്റ്റ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. എന്തായാലും ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഈ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക പോസ്റ്റാണ്. ലെബനന് നേരെ, അതായത് ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമണം നടത്തുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് ആക്രമണങ്ങൾ നടത്തുന്ന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും തിരിച്ചടികളും ഒക്കെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു. അവിടേക്ക് പോലും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത് ഇസ്രായേലിന് ഏൽക്കുന്ന വലിയ പ്രഹരമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങൾക്കെതിരെ വരുന്ന ആരെയും അടിച്ച് നിലംപരിശാക്കും എന്നവർ പണ്ടേ പറയാറുണ്ട്. എന്നിട്ട് ഹമാസിനെതിരെ നിലംപരിശാക്കാൻ പോയിട്ട് കുറെ പെട്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്നതല്ലാതെ ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഹമാസിന്റെ തന്നെ അവകാശവാദങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഹമാസിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹമാസോട് ഉണ്ടാകില്ല. അബൂ ഉബൈദ എന്നും വന്ന് വീഡിയോയും ഓഡിയോയും വിഷ്വൽസും ഒന്നും പുറത്തുവിടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും ചെയ്യാൻ ഈ 80 ദിവസമായിട്ടും ഈ വലിയ ലക്ഷക്കണക്കിന് വരുന്ന സൈനികരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇസ്രായേലിന്. അതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ അടി പട്ടാന്ന് കിട്ടുന്നത്. അതായത് നെതന്യാഹു ഇങ്ങനെ നിൽക്കുന്നു, ഹിസ്ബുള്ള വന്ന് ചെകിട്ടത്തടിക്കുന്നു പോകുന്നു. ആ രീതിയിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സാങ്കല്പികമായി അങ്ങനെ ചിന്തിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം അതാണ് സംഭവിക്കുന്നത്. ഓരോ തവണയും ഹിസ്ബുള്ള അറ്റാക്ക് നടത്തുമ്പോഴും ഇസ്രായേൽ അങ്ങോട്ട് കുറെ മുന്നറിയിപ്പ് കൊടുക്കുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഹിസ്ബുള്ളയെ തൊടാൻ കഴിയാതെ കിട്ടുന്ന അടി മുഴുവൻ മേടിച്ചു കൂട്ടുകയാണ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരിച്ചടിക്കുന്നുണ്ട്, പക്ഷെ അത് ഈ ഹിസ്ബുള്ളയെ തകർക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവരുടെ ആക്രമണം എന്നേക്കുമായി അവസാനിക്കുന്ന വിധത്തിലോ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിലേക്ക്. അത് ഇസ്രായേലിന്റെ വലിയ നാണക്കേടും അതിലുപരി വലിയ തിരിച്ചടിയും സൈനികരുടെ അടക്കം മനോവീര്യം തകരുന്ന ഘടകവുമായി
മാറുകയാണ്. ഹിസ്ബുള്ള നിർണായക ഘടകമായി ഈ യുദ്ധത്തിൽ മാറുന്നു. ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചാൽ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയും ചെയ്യും.